ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിൽ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, കാര്യമായിട്ട് മാർക്കറ്റ് ഡേറ്റാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് US മാർക്കറ്റ്സ് അത്ര ഓക്കെ ആയിട്ടല്ല നിൽക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ വലിയ രീതിക്കുള്ള സെല്ലറോ ബയ്യറോ മാർക്കറ്റിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മുടെ മോസ്റ്റ്ലി ഈ ഒരു 24,800 ടു 26,100 റേഞ്ചിൽ, ഇല്ലെങ്കിൽ ഇച്ചിരി താഴെ പോയാൽ പോലും 24,600 ടു 25,240 എന്നുള്ളൊരു റേഞ്ചിനുള്ളിൽ ഇനി വളരെ ബൗണ്ട് ചെയ്ത് പോകാനും ഈ മന്ത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് പോകാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കാം. മാർക്കറ്റിൽ എന്താണോ ഡിസിഷൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിലോ ഇല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആണെങ്കിലോ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആ സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ വീണ്ടും നിൽക്കും ലിറ്ററലി. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് നമ്മുടെ മാർക്കറ്റിൽ വരാനില്ല. മാർക്കറ്റ് കോൺട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൻ്റെ ആ ഒരു ചുരുങ്ങൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും തരാനില്ല. മാർക്കറ്റ് അങ്ങനെ തന്നെ തുടർന്ന് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ ഇന്നലെ പറഞ്ഞ അതേ ലെവൽസ് മാർക്കറ്റ് സെയിം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. 26,040 എന്നുള്ളൊരു ലെവല് നിങ്ങൾക്ക് ഇൻട്രാഡേയിലത്തേക്ക് മാത്രം നിങ്ങൾക്ക് അവിടെ വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഇത് ഈ ഒരു ലെവല് താഴേക്കാണെങ്കിൽ 960 ബിലോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു കണക്ക്. ഓക്കെ, 940 വേണമെങ്കിൽ എടുക്കാം. സോ ഈ ഒരു രണ്ട് റേഞ്ചിനകത്ത് മാർക്കറ്റ് വളരെ ഷോർട്ടായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെവലുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. മാർക്കറ്റ് ഞാൻ ലെവല് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, മാർക്കറ്റ് അനങ്ങുന്നില്ല എന്നുള്ളതാണ് അടുത്ത റീസൺ. സോ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. ഇൻട്രാഡേ ട്രേഡിൽ വലിയ ലാഭം കിട്ടുന്ന ഒരു മാർക്കറ്റ് അല്ല. എന്നാലും ആദ്യത്തെ ഒരു മണിക്കൂറിനകത്ത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നമ്മുടെ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിയിട്ട് അതവിടെ സ്ലീപ്പി ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റും നമ്മുടെ P&Lൊന്നും ലിറ്ററലി വരുന്നില്ല. ലാഭമോ നഷ്ടമോ ഇല്ലാണ്ട് വെറുതെ അങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഏറ്റവും കൂടുതൽ ട്രേഡ് കിട്ടുക ക്രൂഡ് ഓയിൽ ഓർ നാച്ചുറൽ ഗ്യാസിലാണ്. ഇൻഡെക്സിനകത്ത് വലിയ കാര്യമായിട്ടുള്ള മൊമെൻറ്റം കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത മൊമെൻറ്റം ആദ്യത്തെ 1-2 മണിക്കൂറിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ക്രൂഡ് ഓയിലിലും നാച്ചുറൽ ഗ്യാസിലും ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് വലിയ കാര്യമായിട്ടുള്ളൊരു മൊമെൻറ്റം ഇന്നലെ വലിയ കാര്യമായിട്ടുള്ളൊരു മൊമെൻറ്റം വരുന്നില്ല. സോ ഇതിൻ്റെ ലെവൽസ് ഇത്രയേ ഉള്ളൂ. ഈ 26,040, 26,100 താഴേക്കാണെങ്കിൽ 25,940, 880 എന്നിങ്ങനെ ലെവൽസാണ്. ഇതിന് ശേഷമുള്ള നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാതെ അറിയും. കാരണം കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഇത് തന്നെ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇന്നലെ നാച്ചുറൽ ഗ്യാസിൽ നല്ലൊരു ട്രേഡ് സംഭവിച്ചിരുന്നു. ഐ തിങ്ക് യെസ്, നാച്ചുറൽ ഗ്യാസിൽ ഒരു ഫോൾ ഉണ്ടായിരുന്നു. അതിന് വീണ്ടും കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ആ ട്രേഡ് ഞാൻ പേഴ്സണലി കണ്ടില്ല. ഇതായിരുന്നു ഈ ഒരു ഏരിയ ആയിരുന്നു അതിൻ്റെ ടാർഗറ്റ്. ആ ഏരിയ എത്തിയപ്പോഴേക്കും എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു ട്രേഡിനെ കുറിച്ച് ഞാനും ലിറ്ററലി പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത് ഇതിൻ്റെ കണ്ടിന്യൂറ്റി അങ്ങ് പോയി. അതിൻ്റെ ടാർഗറ്റ് ലൈൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ലിറ്ററലി ഇനി അടുത്ത് താഴേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റിയിലാണ് നിൽക്കുന്നത്. അടുത്ത 5,000 റേഞ്ചിലാണ് അടുത്ത ലെവൽസ് നിൽക്കുന്നത്. 5,126 അടുത്ത ലെവൽ. അതിനുശേഷം 5,084 റേഞ്ച് അല്ലെങ്കിൽ 88 റേഞ്ച് അടുത്ത് കിടപ്പുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ അടുത്ത ലെവൽസ്. ഇതും ഞാൻ ഗ്രൂപ്പ് ചാർട്ട് ഷെയർ ചെയ്തിരിക്കാം. നാച്ചുറൽ ഗ്യാസ് ഞാൻ എടുത്തിട്ടില്ല, ക്രൂഡ് ഓയിൽ മാത്രമേ എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ലെവൽസ് ഓൾറെഡി ഷെയർഡ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവൽസ് തന്നെയാണ്. കാര്യമായിട്ട് പുതിയൊരു ഡേറ്റ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ട്രേഡ് വന്നിരുന്നു. പക്ഷെ ഒരു സപ്പോർട്ട് അടുത്തെത്തിയപ്പോൾ 360 വരെ ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ തൊട്ട് മേളിൽ 364 ഉണ്ടായിരുന്നു. ആ 364-ലെത്തിയപ്പോൾ പെട്ടെന്ന് ബയ്യർ വന്ന് മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുപോയി.
ഞാൻ എടുത്തിരുന്ന ആൾക്കാർ ഗ്രൂപ്പിനുള്ളിലുണ്ട്. എന്നാലും അവർക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. സോ ആ പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് ഇത് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ട്രയലിംഗ് SL ചിലപ്പോൾ അടിച്ചിരിക്കാം, ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നിയിരിക്കാം. ഈ ഒരു ക്യാൻഡിൽ തിരിച്ചു പോകുന്ന കാണുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നിയിരിക്കാം. എന്തായാലും പ്രോഫിറ്റിലാണ് ആ ട്രേഡ് നിൽക്കാനുള്ള സാധ്യത. ഇനിയും അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലെവൽസ് തന്നെയാണ്. ഇവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിലോ മേളിലേക്ക് പോവുകയാണെങ്കിലോ അടുത്ത ടാർഗറ്റ് ലെവൽസ് ഈ 2 ആണ്. സോ എൻ്റെ കാൽക്കുലേഷനിൽ നാച്ചുറൽ ഗ്യാസ് ഈ ഒരു ഏരിയക്കുള്ളിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ലെവൽസും ഞാനിവിടെ ഷെയർ ചെയ്തത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ചാർട്ടാണ്. സോ ഇത്രയാണ് പേഴ്സണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ബൈയിങ് മൊമെൻറ്റം വന്നേക്കാം, നമുക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ICICI പ്രൊഡൻഷ്യലിൻ്റെ ഒരു IPO വരുന്നുണ്ട്. ഓക്കെ 15% അതിൻ്റെ GMP എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഗ്രോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 5% ആണ് അതിൻ്റെ IPO GMP എന്ന് പറഞ്ഞ് വന്നിരുന്നത്. അതായത് അതിൻ്റെ ഒരു പ്രീമിയം പ്രൈസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% ലാഭം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അത് 40-50% പിന്നീട് മൂവ് ചെയ്തു. അത് കിട്ടിയതിന് ശേഷം ICICI പ്രൊഡൻഷ്യലിനും അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, എന്നാൽ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട. മാർക്കറ്റ് എങ്ങാനും തകരുന്ന ഒരു സിറ്റുവേഷൻ ഇനി ലിസ്റ്റ് ചെയ്യാൻ 3 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങാനും അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വലിയ ക്യാപിറ്റലിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സംഭവം കാണുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റോക്സ് ഒന്നും ഒരു സ്റ്റോക്ക് ലിറ്ററലി വാച്ച് ട്രെൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് വളരെ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നുണ്ട്. സോ അതിന് ഇന്നും നല്ലൊരു ക്യാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സജഷന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.